വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അബ്ദുൾ റഹീമിനോട് ഹാജരാകാൻ വെഞ്ഞാറമൂട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളിലടക്കം വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, അബ്ദുൾ റഹീമിന്റെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക ഇദ്ദേഹത്തിൽ നിന്നായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ? ലക്ഷ്മി, തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിലേക്ക് അപ്പാനെ നയിച്ചത് ഈ സാമ്പത്തിക ബാധ്യത എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയാണ് അബ്ദുൾ റഹീമിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാകും ഈ മൊഴിയെടുക്കൽ ഉണ്ടാകുക. ആ സമയത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം പല ആവർത്തി കടം വാങ്ങിച്ചു, ഒരു കടം തീർക്കാൻ മറ്റൊരു കടം വാങ്ങി എന്നുള്ളതാണ് അപ്പാൻ പറഞ്ഞത്. അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോയി. പണം ചോദിച്ചിട്ടും തരാതെ വന്നതോടുകൂടിയാണ് അതിൽ കളിയാക്കിയത് കൊണ്ടാണ് പലരെയും കൊലപ്പെടുത്തിയത് എന്നൊരു മൊഴി കൂടി അപ്പാൻ നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തായാലും പോലീസിന് വ്യക്തത വരുത്തേണ്ടത്. ഈ മൊഴി പൂർണ്ണ അർത്ഥത്തിൽ പോലീസ് വിശ്വസിച്ചിട്ടില്ലെങ്കിലും അതിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ അബ്ദുൾ റഹീം ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിയത്. അദ്ദേഹം ഗൾഫിലായിരുന്നു ജോലി ചെയ്യുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ മാതാവിനെ അടക്കമാണ് കൊലപ്പെടുത്തിയത്. ഇന്നലെ വൈകാരിക നിമിഷങ്ങളായിരുന്നു ഈ ഖബർസ്ഥാനിലടക്കം ഉണ്ടായിരുന്നത്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞാണ് ഖബർസ്ഥാനിലേക്ക് എത്തിയതും അവിടെ നിന്ന് മടങ്ങിയതും. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും വന്നിട്ടില്ല. ഇന്ന് അതുകൂടി നമ്മൾ കണക്കാക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ എന്താണ് അബ്ദുൾ റഹീമിന് പറയാനുള്ളതെന്ന് കൂടി ആളുകൾക്ക് അറിയേണ്ടതുണ്ട്. അത്തരം ഒരു പ്രതികരണം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഈ ഇത്രയും കൊലപാതകം നടന്നുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടതുകൊണ്ട് അതിന്റെ ഒരു മാനസിക വിഷമത്തിലാണ് അദ്ദേഹം ഉള്ളത്. അത് അടുത്ത ബന്ധുക്കൾ വഴി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. നിലവിൽ എന്തായാലും സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ പിന്നീട് സംസാരിക്കുമെന്നാണ് അദ്ദേഹത്തിനുള്ള ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.